ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡിന്റെ റെസിപ്പിയാണ്. മുളപ്പിച്ച ചെറുപയറും വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ നമുക്ക് ഡിന്നറിനോ ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. സാലഡ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മുളപ്പിച്ച ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളപ്പിച്ച പയർ സാലഡിനായിട്ട് എടുക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ചിലർക്ക് അതിൻ്റെ പച്ചച്ചവ ഇഷ്ടപ്പെടില്ല. എന്നാൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ചെറുപയറിലുള്ള പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതുപോലെ തന്നെ സാലഡ് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ചെയ്യുന്നത് മുളപ്പിച്ച പയറിലേക്ക് മുങ്ങാൻ ഭാഗത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് മാറ്റി വെക്കും. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. മുളപ്പിച്ച പയർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം കളഞ്ഞ് ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം. വെള്ളമെല്ലാം കളഞ്ഞെടുത്ത പയർ ഒരു സാലഡ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും ജീരകപ്പൊടിയെല്ലാം നമ്മുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതൊരു ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് ക്യാരറ്റ് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങനീര് നിങ്ങളുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തതും 2 ടേബിൾ സ്പൂൺ പുതിനയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒലിവ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാലഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും പുളിയെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കാം കേട്ടോ. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ സാലഡിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കപ്പലണ്ടിയും മല്ലിയിലയും പുതിനയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി നല്ല ഹെൽത്തിയുമായ നമ്മുടെ മുളപ്പിച്ച പയർ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്